ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം നിങ്ങളെല്ലാവരും ചൊല്ലിയിട്ടുണ്ടാകും, എനിക്കറിയാം. പക്ഷേ ഞാൻ ചൊല്ലിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് അധികം സഹനങ്ങളും കുറച്ചധികം പ്രശ്നങ്ങളും ഒക്കെ അതിൽ കൂടെയൊക്കെ കടന്നു പോവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം തിരുഹൃദയ വണക്കമാസമൊന്നും ചൊല്ലിയില്ല. ഈശോയുടെ തിരുഹൃദയം അതിൻ്റെ അറയിൽ ഒരു കൂട് നിർമ്മിച്ച് തരുമോ ഈശോയെ എന്ന് ഞാൻ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വർഷം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വർഷം, ഒരുപാട് വേറിട്ടിട്ടുള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ എല്ലാവരോടും ഈശോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഈശോയുണ്ട്. പാപിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയം വിതുമ്പും വിങ്ങിക്കരയും. നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയം സന്തോഷം കൊണ്ട് കത്തിജ്വലിക്കും. അത് നമുക്കൊക്കെ അറിയാം. ആരുടെയും കുത്തകയൊന്നുമല്ല ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഹൃദയം മാനവരാശിക്ക് മുഴുവൻ, മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ ഈശോയുടെ ഹൃദയം. അതുകൊണ്ടാണല്ലോ ഏറ്റവും പാപിയായ മഗ്ദലന മേരീനെ ഈശോ അത്രയധികം സ്നേഹിച്ചത്. പക്ഷെ തെറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ എഴുന്നേൽക്കണം. പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് ചെളി പിടിക്കാൻ ഇടവരുത്തരുത്. അത്രയേ ഉള്ളൂ ഈശോയുടെ ആവശ്യം. ഞാൻ ഈ ഒരു മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ മാനസികമായിട്ടുള്ള സഹനങ്ങൾ, ശാരീരികമായ സഹനങ്ങൾ പിന്നെ എന്നും ഉണ്ടല്ലോ, അതിന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സഹനത്തിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ ഈശോയുടെ വണക്കമാസം ചൊല്ലാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ ഈശോയോട് പറയും, ഈശോയെ, എനിക്ക് വണക്കമാസം ഒന്നും ഇങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ല കേട്ടോ, പക്ഷെ ഞാൻ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പം അതിന് ഒരു ആശ്വാസം എന്നോണം എനിക്കൊരു പുസ്തകം ഈ അടുത്തയിടെ കിട്ടി. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാനിങ്ങനെ പുസ്തകം കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് എല്ലാം സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം, അതായത് ഒരു സത്യം പോലെ സഭ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാനതുകൊണ്ട് പേര് പറയുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. ഞാൻ ആ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണല്ലോ ഇത് എന്നെനിക്ക് തോന്നി. ഈശോയുടെ ഹൃദയം നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കത്തിയെരിയുന്ന, യാചിച്ച് നിൽക്കുന്ന ഒരു ഈശോയെ ആ പുസ്തകത്തിലൂടെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി. ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്, ഇത് ആ സന്ദേശം കിട്ടിയിട്ടുള്ള ആൾ മരിച്ചുപോയി. ഗബ്രിയേലി ബോസിസ് എന്ന് പറയുന്നൊരു ഫ്രഞ്ച് വനിതയ്ക്ക് ഈശോ ഒരു കൂട്ടുകാരനെ പോലെ നടന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ഇതുപോലെ നമുക്കറിയാം, പണ്ട് വാസുല റേഡൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വനിതയാണെന്ന് തോന്നുന്നു, അവർക്കും ഇങ്ങനെ ദൈവം നടന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നീട് സഭ അംഗീകരിക്കുകയോ അതാ എപ്പോഴാണ് ചെയ്യുക അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഈശോയുടെ ഹൃദയത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു. ഈശോയെ ഈ നിലയിൽ ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈശോ എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഈ പുസ്തകം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഇനി അംഗീകാരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തോളട്ടെ, എനിക്ക് ഒരു പ്രശ്നമല്ല. ഞാൻ നോക്കുന്നത്, ഈ പുസ്തകത്തിൻ്റെ വരികളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്. എനിക്ക് ഒരു നല്ല മാറ്റമാണ് ഉണ്ടായതെങ്കിൽ എനിക്ക് ആ പുസ്തകം
സൂക്ഷിക്കാം. നമ്മുടെ സഭാധികാരികൾ പറയുന്നത് പോലെ സഭയുടെ വിശ്വാസ സത്യമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യാം. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിനെ നേരിട്ട് കാണാനുള്ള ഒരു അനുഭവത്തിലേക്ക് ആ പുസ്തകം എന്നെ നയിച്ചു. അതിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ധ്യാനിച്ചാൽ മതി. ഞാൻ ഓരോ ദിവസവും ഈ ഓരോ പുസ്തകം ഇങ്ങനെ എടുത്ത് ഒരു പേജ് എടുക്കും. ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വിഷമം വരുമ്പോൾ. അതുപോലെ വേറൊരു പുസ്തകമുണ്ട്, നമുക്ക് ആവശ്യത്തിന് സന്ദേശങ്ങൾ എടുക്കാൻ വേണ്ടിയൊരു പുസ്തകം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞാത്മാവിനോടുള്ളൊരു സന്ദേശം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരാൾക്ക് കിട്ടിയ സന്ദേശമാണ് ആ പുസ്തകമായിട്ട് വന്നിരിക്കുന്നത്. അതും ഇതുപോലെ കണ്ടിന്യൂസ് വായിക്കുന്ന ഒരു പുസ്തകമല്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മേനെ വിളിച്ചിട്ട് നമ്മളൊരു പേജ് എടുക്കും. അത് അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള റഹേനിയയിൽ പാവപ്പെട്ടൊരു ആത്മാവിന് ദൈവമാതാവ് കൊടുത്ത സന്ദേശങ്ങളാണത്. കരുണയുടെ നാഥ, അതായത് ദൈവകരുണയുടെ മാതാവ് എന്ന് വിളിക്കപ്പെടണമെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ ഒരു വ്യക്തിക്ക് കൊടുത്ത സന്ദേശങ്ങളാണത്. അതായത് കരുണയുടെ മാതാവ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അവരൊക്കെ മരിച്ചു പോയിട്ട് സഭ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുടെ പുസ്തകമാണ്. അതും എനിക്കൊരു നല്ല പുസ്തകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളാണ് എൻ്റെ കയ്യിലേക്ക് ഈ പുസ്തകം കിട്ടുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഫലമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈശോയോടുള്ള തിരുഹൃദയത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു. ഞാനത് ഈ തിരുഹൃദയ മാസമായതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്ന, നമ്മുടെ ഉള്ളിലത്തെ ആഗ്രഹം അറിയുന്ന നമ്മുടെ കൂട്ടുകാരനോ വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചനെയൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ പറ്റുമോ? അപ്പോൾ അപ്പനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇനി കൂട്ടുകാരന് നമ്മുടെ കൂടെ എപ്പോഴും നടക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ എപ്പോഴും? അതും പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ വിട്ടുപിരിയില്ലേ അമ്മയൊക്കെ കുറേ ആവശ്യങ്ങൾക്ക്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഒരാളും നമ്മളെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും വിട്ടുപിരിയാതെ ആരും നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ രോഗാവസ്ഥയിലായി നോക്ക്, കിടപ്പ് രോഗിയായി നോക്ക്. പെറ്റ അമ്മയുണ്ടെങ്കിൽ അമ്മ നിൽക്കും, കാരണം അത് അമ്മയുടെ ഒരു കടപ്പാടാണല്ലോ, പ്രസവിച്ചു പോയില്ലേ. പക്ഷേ ആ അമ്മയ്ക്കും ചിലപ്പം മടുപ്പും വിഷമമൊക്കെ തോന്നും. ഞാൻ ഈ ഗബ്രിയേലി ബോസിസിനോട് ഈശോയുടെ ഹൃദയം പറഞ്ഞ കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് അതിശയായി. ദൈവമേ, ഞാൻ ഇത്ര നാളും എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ ഉള്ളിലത്തെ വികാരങ്ങൾ അറിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല ആ ആഗ്രഹം, നമ്മൾ പുറത്തേക്ക് കാണിച്ചിട്ടില്ല ആ ദേഷ്യം, നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല നമ്മുടെ ആ ഒരു അവസ്ഥ. പക്ഷേ അതെല്ലാം കണ്ട് നമ്മളോട് അതിൻ്റെ മറുപടി പറയുന്ന ഈ ഒരു ഹൃദയത്തിൻ്റെ ഓണറിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? എനിക്ക് ആ വിളിക്ക് ഒരു പേരിടാൻ, ആ ഒരു അവസ്ഥയ്ക്ക് പേരിടാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ ഈശോ പറയുന്നത് പോലെ സഹോദരനെന്നോ അല്ലെങ്കിൽ മണവാളനെന്നോ, എനിക്കിഷ്ടം എൻ്റെ സ്വർഗീയ മണവാളനാണ് എന്ന് പറയാനാണ്. ഈ മകൾക്ക് ഈശോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ശരിക്കും നമ്മുടെ പോലെ തന്നെ ഒക്കെ ശരി എന്ന് പറയും. അടുത്ത നിമിഷം നമ്മൾ വീണുപോകും. കുമ്പസാരക്കൂട്ടിൽ കയറും, അപ്പോഴേക്കും പാപം ചെയ്യും. എന്നിട്ട് അയ്യോ തെറ്റിപ്പോയി ദൈവമേ എന്ന് പിന്നെ വിഷമായി. ഈ സഹോദരിയോടെ ഈശോ പറഞ്ഞ് എപ്പോഴും പറയുന്നൊരു കാര്യം എന്നെ വല്ലാണ്ട് സ്പർശിച്ചതാണ്. ഈ ഈശോ അതിൻ്റെ കൂടെ നടന്നിട്ട് പറയാണ്, മോളെ നീ എന്നെ സ്നേഹിക്കുമോ ഗബ്രിയേലി?
നീ എന്നെ സ്നേഹിക്കുമോ? ഇങ്ങനെ സ്നേഹം ചോദിച്ച് ചോദിച്ച് യാചിച്ച് എരന്ന് നടക്കുന്ന ഒരു ഹൃദയം. മനുഷ്യർ ഈശോനെ സ്നേഹിക്കണം. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, നമ്മൾ ഈശോനെ സ്നേഹിക്കണില്ലേ? അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കണില്ല. ശരിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കണില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ലിസ്റ്റ് കൊണ്ടുവന്നിട്ടാണ്. എനിക്കത് നടക്കണം, വീട് പണിത് കിട്ടണം, കല്യാണം നടക്കണം, എൻ്റെ ഭർത്താവിന് നല്ലത് വേണം, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണം, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം, നല്ല കുടുംബമായിരിക്കണം, മോന് ജോലി കിട്ടിയിട്ടില്ല, മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് സാധിച്ച് കിട്ടാനാണ് നീ എൻ്റെ അടുത്തേക്ക് വരണേ. ഈ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലിരിക്കുന്നതാണ്. എനിക്കെപ്പോഴും ആശ്വാസം പകരുന്ന ഒരു ഫോട്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതൊരു 10-30 വർഷം മുമ്പ്, എത്രയോ വർഷം മുമ്പ് ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ കിട്ടിയ ഒരു പടമാണ്. അതെനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനത് വെട്ടിയെടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ആണ്. പക്ഷേ ഈ ഫോട്ടോ എന്നോട് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ദേ ആലസ്യച്ചിയുടെ വീട്ടിൽ ഈശോയുടെ പടം സംസാരിക്കുന്നു അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ എൻ്റെ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, രോഗപീഠകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ മുമ്പിലിരിക്കും. അപ്പോൾ എനിക്കറിയാം ഈശോ എന്നോട് സംസാരിക്കും, നിങ്ങളോടും സംസാരിക്കും. ഈ ഗബ്രിയേൽ ബോസിസിനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു, മോളെ നീ എന്നെ സ്നേഹിക്കുമോ? മനുഷ്യരെ എന്നെ സ്നേഹിക്കുന്നത് കാണാൻ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അത് നമുക്ക് സാധിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതല്ല സ്നേഹം എന്ന് ഈശോ എനിക്ക് പുസ്തകത്തിലൂടെ കാണിച്ചു തന്നു. എന്നിട്ട് പറയാണ്, ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിച്ചു. നീ കുരിശിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നോക്ക്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കുരിശിൽ എൻ്റെ ഹൃദയം പിളർത്തിയത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ചത്. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ എന്തുമാത്രം കഷ്ടം സഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ, സഹനം വരുമ്പോൾ നീ ഓടി നടക്കല്ലേ, അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം മോളെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നിട്ട് ഈശോ പറയാണ്, വിശ്വാസം വേണം എന്നിൽ നിനക്ക് ശരണുണ്ടോ? നിനക്ക് എൻ്റെ സ്നേഹമുണ്ടോ? ഈ വിശ്വാസം, ശരണം, സ്നേഹം ഇത് എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ കാണുന്ന എനിക്ക് എന്തിഷ്ടമാണെന്നറിയൂ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇനി ഈശോ സ്നേഹം കിട്ടാണ്ട് വിഷമിക്കേണ്ട. ഞാൻ ഈശോയോട് ഒന്നും ചോദിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാൻ തുടങ്ങി, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു, ഐ ലവ് യു എന്ന്. എൻ്റെ കൂടെ നടക്കണ ഒരു ആൾ, എന്ത് പേര് വേണമെങ്കിലും പറയാം. അങ്ങനെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ചോദിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കർത്താവ് എനിക്ക് സാധിച്ചു തന്നു. അതാണ് ഞാൻ ഈ തിരുഹൃദയത്തിൻ്റെ ഈ വണക്കമാസത്തിൻ്റെ ദിവസം നിങ്ങളോട് പറയുന്നത്. നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 24 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയത്തിൽ ശങ്കിക്കാണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് പറയണത്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഇതാണ് തിരുഹൃദയം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുകയും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ വിശ്വസിച്ചു എന്തും ലഭിക്കുന്നു. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയേനെ? ഞാൻ ചോദിച്ചത്, ശരിക്കും ഭൗതികമായി ചോദിച്ചത് ഒന്നും ഇന്ന് വരെ കർത്താവ് തന്നിട്ടില്ല. അപ്പോൾ ഈ വചനം അത് എങ്ങനെ മാച്ച് ചെയ്യും? പ്രിയ കൂട്ടുകാരെ, ഇതിൽ പറയുന്നുണ്ട്, നീ ഹൃദയത്തിൽ ശങ്കിക്കണ്ട, ഒക്കെ ശരിയായിരിക്കും. ഞാൻ പറയുന്നത്, നീ പറയുന്നതൊക്കെ സംഭവിക്കും. വിശ്വസിച്ചാൽ മതി, വിശ്വസിക്കുക. എന്നിട്ടാണ് പറയണേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതൊക്കെ കിട്ടുന്നു. അപ്പോൾ അടിയിൽ പറയുന്നുണ്ട് എല്ലാവരോടും ക്ഷമിക്കരുത്. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ക്ഷമിച്ചിട്ടില്ല. പിന്നെ നീ എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹമായിരിക്കും നിൻ്റെ ആഗ്രഹം. ഞാൻ നീയായിട്ട് മാറും, നീ ഞാനായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്നെ മാത്രമാണ് നിൻ്റെ ലക്ഷ്യം. ഏക ലക്ഷ്യം
ഞാൻ മാത്രമാണ്. എൻ്റെ ഹൃദയം, എൻ്റെ തിരുഹൃദയമാണ് നിൻ്റെ ഏക ലക്ഷ്യം. അങ്ങനെ തിരുഹൃദയമാണ് നിൻ്റെ ഏക ലക്ഷ്യമെങ്കിൽ നീ ഒറ്റ കാര്യം ആഗ്രഹിക്കുള്ളൂ, ഈ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കണം. അപ്പോൾ നീ ചോദിക്കുന്നതൊക്കെ അതിനു വേണ്ടിയുള്ളതായിരിക്കും, ഭൗതികമല്ല. അങ്ങനെ നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് സാധിച്ചു തരും. ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ കർത്താവ് ഭയങ്കര സ്നേഹ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അടയാളമായിട്ട് നീ എനിക്കൊരു കൊച്ചു കാര്യം തരും. അപ്പോൾ എൻ്റെ മകൻ്റെ 2ാമത്തെ കുട്ടിയാണിത്. ഇവളെപ്പോഴും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടുകൂടും. അപ്പം ഞാൻ ഇവളെയും കൊണ്ട് പുറത്തിരിക്കുമ്പോൾ ഞാൻ പറയും, മോളെ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്ന് പാട്ട് പാടി കൊടുക്കും. അപ്പോൾ അവളും പാടും. അപ്പം ഞാൻ പറയും, നമ്മൾ ഈശോനെ സ്നേഹിക്കണു എന്ന് പറയുമ്പോൾ ഈശോ നമ്മെ സ്നേഹിക്കും, ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും ഈശോ അത് സാധിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പൂമ്പാറ്റകളെ ഭയങ്കര ഇഷ്ടമായി, എനിക്കും പൂമ്പാറ്റകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ പൂമ്പാറ്റയൊന്നുമില്ല. അപ്പോൾ ഞാൻ അവളോട് പറയും, നമുക്ക് ഈശോയോട് ഒരു കാര്യം ചോദിക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ മയിൽ പോണതാണ് ഈ കാണുന്നേട്ടാ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തോട്ടത്തിൽ കൂടെ മയിൽ പോണതാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് ചോദിക്കാം ഈശോയോട്, ഈശോയെ നിനക്ക് എന്താ ഇഷ്ടം? അപ്പോൾ നമുക്ക് ഈശോയോട് ചോദിച്ചു നോക്കാം, ഈശോ തരും. കാരണം നമ്മളെ സ്നേഹിക്കണ്ടല്ലോ ഈശോ, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം, ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഈശോ അതാണ് ഗബ്രിയേലി ബോസിസിനോടും പറഞ്ഞത്, എന്നെ സ്നേഹിക്കൂ. ഇതാണ് ഈശോ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. അപ്പോൾ അതിന് നമുക്കിനി മറുപടി പറയാം, നമുക്ക് ഈശോനെ സ്നേഹിക്കാം എന്ത് വന്നാലും. അപ്പോൾ അവൾ ശരി അമ്മാമ, നമുക്ക് ഈശോനെ സ്നേഹിക്കാം, ഐ ലവ് യു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഇവിടെ ഒരു പൂമ്പാറ്റേനെ നീ തരുമെന്ന്. പ്രിയ സഹോദരങ്ങളെ നോക്ക്, ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ വരാത്ത ഒരു പൂമ്പാറ്റ, എൻ്റെ മോൾക്ക് വെള്ളപ്പൂമ്പാറ്റേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവളോട് പറയും, നീ ഇവിടെ നിന്നിട്ട് എന്നും പറയുക ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പോൾ ഈശോ കണ്ട അതേ മാലാഖേനെ അയച്ചേക്കണേന്ന് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഉടനെ തന്നെ അവൾ കൈകൂപ്പി നിൽക്കണ്. എന്നിട്ട് പറയുക, ഞാൻ മാലാഖയോട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ വേണ്ട അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ഇത് മാലാഖയാണെന്ന് അറിയാൻ. ഇത് മാലാഖയല്ല, ഈ മാലാഖേനെ നീ അയക്കോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടയാളമായിട്ട് ഈശോ തന്നതാ എന്ന് പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ നടക്കുന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടാവാത്ത ഈ പൂമ്പാറ്റ, ഈ കുട്ടിയും ഞാനും അവിടെ ചെന്ന് ഐ ലവ് യു ജീസസ് എന്ന് കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല, ആ സ്വരം കേട്ടിട്ടോ എന്തോ ആ ഒരു രീതി കേട്ടിട്ടോ ഈ പൂമ്പാറ്റ അടയാളമായിട്ട് ഞങ്ങൾക്ക് വരും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് എൻ്റെയും എൻ്റെ കൊച്ചുമോളുടെ ഒരു കൊച്ചു തമാശയായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ആലിസിച്ച് വീഡിയോ ഇട്ടു ഇനി ഇപ്പോൾ ഈശോ പൂമ്പാറ്റയായിട്ടാണ് വന്നത് അങ്ങനെയൊന്നും പറയരുത്. അടുത്തൊരു പ്രതിഭാസം ഈ മാസം നടന്നതാണ്. 3-4 ദിവസം മുമ്പ്, കുറച്ച് ദിവസങ്ങളായി നടക്കുന്നു ഇത്. ഇവർ നോക്കുക, ഇങ്ങനെ വെള്ളപ്പൂമ്പാറ്റ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എന്ന് തിങ്കളാഴ്ച ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്. വലിയ സഹനത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, വലിയ സഹനത്തിൽ കൂടെ. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നോക്കിയാൽ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഓർക്കാം, എന്നിട്ട് നമുക്ക് നിത്യപിതാവേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്നത് നമുക്ക് ചൊല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ എൻ്റെ ഒപ്പം ഇരുന്ന് അത് ചൊല്ലും, ഉമ്മറപ്പടിയിലിരുന്നിട്ട്. അവൾക്ക് ആ പ്രാർത്ഥന കിട്ടുമൊന്നുമില്ല, ഐ ലവ് യു ജീസസ് എന്ന് പറയാനേ കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഇതുവരെ വെള്ളപ്പൂമ്പാറ്റ മാലാഖയുടെ കളറുള്ളതല്ലേ വന്നത്, ഇനി നമുക്ക് ശുദ്ധീകരണത്തെ ആത്മാക്കളെ ഈ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് ഉപകാരപ്രദമാവുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈശോയോട് ചോദിക്കാം, ശുദ്ധീകരണത്തെ കളറുള്ളൊരു പൂമ്പാറ്റേനെ വിടുമോ എന്ന്. പ്രിയ കൂട്ടുകാരെ, ജർത്രൂദൻ്റെ പ്രാർത്ഥന 3ാമത്തെ തുടങ്ങിയപ്പോൾ ഈ ഒരു സാധനം അവിടെ വന്നിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താന്ന്? ഞാൻ പറഞ്ഞു, ശുദ്ധീകരണാത്മാക്കളുടെ വെള്ള കളറല്ലാത്തൊരു പൂമ്പാറ്റേനെ കിട്ടണമെന്ന് നമ്മളല്ലേ പറഞ്ഞ, ഇത് പൂമ്പാറ്റയാണ് എന്താണെന്ന് അറിയില്ല, പക്ഷെ അത്
കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുമോള് പറഞ്ഞു, ഈശോയ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമല്ലേ അമ്മമ്മേ? ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഈശോനെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് നീ വെറുതെ പറയുന്ന, നീ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയായിട്ട് തല്ലുകൂടാറില്ലേ? അത് ചേച്ചിയായിട്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയായിട്ട് തല്ലുകൂടുമ്പോൾ അത് ഈശോയേനാണ് വേദനിപ്പിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാനോർത്തു സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു, സാവൂൾ സാവൂൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ചേച്ചിയോട് തല്ലുകൂടിയാലും അമ്മ പറയുന്നത് അനുസരിക്കാണ്ടൊക്കെ ആയാലും ഈശോയ്ക്ക് സങ്കടമാണ്. അതുകൊണ്ട് അപ്പോൾ ഈശോ സങ്കടപ്പെടും. അപ്പം നീ എപ്പോഴും ഈശോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന്. അപ്പോൾ അവിടെ പറഞ്ഞു, ഞാനിനി ചേച്ചിയോട് തല്ലുകൂടില്ല, എന്നാൽ നീ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കിട്ടും ഞാനും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ പറയും ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. അപ്പോൾ ഈശോ ഞാൻ ചോദിക്കുന്നത് മുഴുവൻ തരുമല്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ നീ വിചാരിക്കണ്ട, നീ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനെ തരുമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മാമ്മ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അമ്മാമ്മയ്ക്ക് ചോദിച്ചതൊന്നും കിട്ടിയില്ല, ചോദിക്കാത്തതൊക്കെ കിട്ടുകയും ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞുമോള് ചോദിച്ചു, ചോദിക്കാത്തതും കിട്ടുമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ചോദിക്കാത്ത പലതും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ കുറേ കാര്യം നമുക്ക് ചോദിക്കാം, പിന്നെ കുറേ കാര്യം ചോദിക്കേണ്ട. അപ്പോൾ ചോദിക്കാത്തതും കിട്ടും, ചോദിച്ചതും കിട്ടും. ഞാൻ എൻ്റെ പൊന്നു മോളെ, ചോദിക്കാത്തത് കിട്ടുമ്പോൾ നീ വാങ്ങിക്കോ, അല്ലാതെ വേറെ ഗത്യന്തരമില്ല. ചോദിച്ചിട്ട് കിട്ടണത് നീ വാങ്ങിക്കോ, രണ്ടും വാങ്ങിക്കോ. പക്ഷെ ചോദിക്കാണ്ട് കിട്ടുന്നത് സകനായിരിക്കും കേട്ടോ എന്ന്. എനിക്ക് ചോദിക്കാണ്ട് കിട്ടിയതാ ഈ രോഗം. അപ്പോൾ എൻ്റെ മൂത്ത മോള് പറയാം, അങ്ങനെയാണോ? അപ്പോൾ ചോദിക്കാണ്ട് യേശു ഞങ്ങൾക്ക് രോഗം തരുമോ? സംശയമാണ് അവർക്ക്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുക. അത് കേൾക്കാൻ ഈശോ കൊതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഐ ലവ് യു എന്ന് വിളിക്കുമ്പോൾ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ചോദിച്ച നിസ്സാര കാര്യം, നീ ഹൃദയത്തിൽ ശങ്കിക്കാണ്ട് നീ ചോദിക്കുന്നതൊക്കെ സാധിച്ചു തരുന്നല്ലേ ഈശോ പറഞ്ഞ്. ആ ഒരു നിസ്സാര കാര്യമാണ് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പൂമ്പാറ്റേനെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ പൂമ്പാറ്റേനെ തന്നത്. ഈ ഗബ്രിയേലി ബോസിസിനോട് കർത്താവ് ഇതുപോലെയാണ് ഇടപെട്ടിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കേട്ടാൽ ചിരി വരും. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു പ്രതിഭാസമാണ് കേട്ടോ. കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കും, ഐ ലവ് യു എന്ന് ഉറക്കെ പറയുമ്പോൾ ഉടനടി ഈ പൂമ്പാറ്റ വരും. അതിനുശേഷം ജെറുത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉടനടി അങ്ങനെ ഒരു കളറുള്ള പൂമ്പാറ്റ വെറുതെ വരില്ല, അത് കുട്ടിയുടെ ചുറ്റും നടക്കും. അത് പറന്ന് ഞങ്ങളുടെ മുഖത്ത് വരെ വന്നിങ്ങനെ നിൽക്കും. അങ്ങനൊരു പ്രതിഭാസം എനിക്കിത് ഈ മാസത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളിത് ആധികാരികമായിട്ട് അയ്യോ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ പൂമ്പാറ്റകളൊക്കെ ആയിട്ട് ദൈവം വന്നല്ലോ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഇതൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. എൻ്റെ ഈശോ, എന്നെ സ്നേഹിക്കുന്ന ഈശോ ഞാൻ അങ്ങനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒരു കൊച്ചു തമാശ എനിക്ക് കാണിച്ചത് എന്താണ്. അതുപോലെ വേറെ തമാശ ഉണ്ടായി. ഈ മാസത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഈശോ ഐ ലവ് യു ജീസസ് ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ആകാശത്തിലല്ലേ ഇരിക്കുന്ന, സ്വർഗത്തിൽ, എനിക്ക് ഇവിടെ നിന്നെ ഒന്ന് കാണാനായിട്ട് എന്ത് ചെയ്യും? ഞാനിങ്ങനെ ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കല്ല. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു ടിപ്പർ പോയി ജീസസ്, ഒരു ലോറി പോയി ജീസസ്. അപ്പം ഞാനോർത്തെ ഇത് ഈശോയുടെ ഇടപെടലാവൂ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസത്തിൽ നമ്മോടുള്ള സ്നേഹം കൊണ്ട് കത്തിജ്വലിക്കുന്ന ഈശോ, നമ്മുടെ സ്നേഹം കിട്ടാൻ യാചിച്ച് നിൽക്കുന്ന ഈശോ, ഒന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ അടയാളങ്ങൾ തരുന്ന ഈശോ എനിക്ക് വലിയ അതിശയമായിപ്പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി. അപ്പം ഞാൻ എപ്പോഴും മാങ്ങ പഴുത്തത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂവാണ്ടൻ മാങ്ങയല്ല, മറ്റ് മാങ്ങകൾ, നല്ല മധുരമുള്ള മാങ്ങ. സത്യത്തിൽ എനിക്കതൊന്നും തിന്നാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു ആഗ്രഹം പാടില്ല. ഈശോയ്ക്ക് മാമ്പഴം ഇഷ്ടമുണ്ടോ എന്ന് നോക്കാതെ ഞാൻ മാമ്പഴം ആഗ്രഹിച്ചു. നമ്മൾ ഈശോയോട് സ്നേഹിക്കുമ്പോൾ, ഈശോയോട് സ്നേഹം ആഗ്രഹിക്കുമ്പോൾ നമ്മളും ഈശോയെ ഒന്നായി തീരും. പിന്നെ ഈശോയുടെ ആഗ്രഹമായിരിക്കും ദൈവഹിതത്തിന് അനുരൂപപ്പെടാനാണ് ഈശോയുടെ ഹൃദയം പറയുന്നത്.
അപ്പം ഞാൻ ചിന്തിച്ചില്ല കേട്ടോ, ഈശോയ്ക്ക് മാങ്ങ ഇഷ്ടമാണോ, ഇനി ഞാൻ മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ ഇഷ്ടമാവോ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ആരും അങ്ങനെ ചിന്തിക്കുന്നു. എന്തായാലും മാങ്ങ തിന്നണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ദൈവമേ ഒരു മാങ്ങ കിട്ടുക, അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയ്ക്ക് മധുരം, അങ്ങനെ ഒരു മധുരമുള്ള മാങ്ങയുണ്ട്. ഞാൻ പക്ഷെ വാങ്ങില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിയ അത് കേട് വന്നതായിരിക്കും, പുഴുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ വാങ്ങില്ല, പക്ഷെ മാങ്ങ തിന്നാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തി വന്നു. ആ കുട്ടി വന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന കഴിക്കാൻ വേണ്ടി, ചേച്ചിക്ക് ആമാശയില്ലാത്തത് കൊണ്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ എല്ലാവർക്കും ഇപ്പോൾ ആവേശമാണ്. അപ്പം ഞാൻ പറയും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ, എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈശോയോട് പറഞ്ഞു നീ അത് വാങ്ങി വെക്കി, പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഒരു പ്രോസസ്സ് ഭയങ്കരമായി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവർ കൊണ്ടുവന്നോട്ടെ അങ്ങനെ വെച്ചു. ഞാൻ ആ പൊതി തുറന്ന് നോക്കിയപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഞാൻ ആ സെക്കൻഡിൽ ഈശോയോട് ചോദിച്ച മാങ്ങ എൻ്റെ മുമ്പിൽ. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച പോലെ ഇത് ഈശോയുടെ ഈശോയുടെ ഇഷ്ടമാണോ ഈ മാങ്ങ എന്നുള്ളത് ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ, എൻ്റെ ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ ഞാൻ ഈശോയുടെ സ്നേഹം എന്തുമാത്രം ലളിതാണ്, ഈശോ എങ്ങനെയാണ് നമ്മളോട് ഇടപെടണത്, നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പാവ ഈശോ. അതായത് നീ ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പറയണ്ട ഐ ലവ് യു എന്ന്, നിനക്ക് കേൾക്കാൻ പറ്റണില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പോലും ഞാൻ അറിയുന്നുണ്ട്. അതിൽ ഈശോയുടെ പദ്ധതിയിലുള്ളതാണെങ്കിൽ തരുള്ളോട്ടാ, നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം തരുന്ന്. ഈശോയുടെ പദ്ധതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഈശോ തരും. ആ പദ്ധതിയിൽ വലിയ സഹനങ്ങളും ഉണ്ടാകും. ഈശോ ഗബ്രിയേലിയോട് അതാണ് പറഞ്ഞത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഏക ലക്ഷ്യം ഞാനാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിനക്ക് നടക്കാനുള്ള ഏക വഴി പ്രിയ മകളെ സഹനമാണ് കേട്ടോ എന്ന്. സ്നേഹം മറച്ചിട്ടാൽ അത് സഹനമായി എന്ന്. എന്നിട്ട് ഈശോ പറയാം നിൻ്റെ ഏക ലക്ഷ്യം ഞാനാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ഏക വഴി സഹനമാണ്. ഇത് നിന്നോട് ഇപ്പം പറയുമ്പോൾ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നീ കൊച്ചു കുഞ്ഞല്ലേ ഈശോ പറയാണ്. അപ്പം അതുകൊണ്ട് ഇതിനു വേണ്ടി നിന്നെ ഞാൻ ഒരുക്കും, അങ്ങനെ ഒരുക്കിയിട്ട് ഞാനിത് നിനക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ഈശോ പറഞ്ഞു തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഈ മകളോട് നീ എൻ്റെ ഉള്ളിലായിരിക്കും. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അറിയുന്നവരല്ലാത്തവരുമായി എല്ലാ പാപികൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോയുടെ ആഗ്രഹം ഇതാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഈശോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവനുള്ള പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരെ ഈശോയ്ക്ക് നേടിയെടുക്കണം. നഷ്ടപ്പെട്ടു പോയ മക്കളല്ലേ. അപ്പോൾ ഈശോ പറഞ്ഞു ഗബ്രിയേലി നീ സഹിക്കുമോ? സഹനാണ് മോളെ എൻ്റെ ഹൃദയത്തിലേക്ക് എത്താനുള്ള ഏക വഴി. പ്രിയ കൂട്ടുകാരെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങൾ തരുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈശോ ഇതൊന്നും കാണുന്നില്ല എന്ന്. ഈശോയാണ് ഈ സഹനം തരുന്നത്. ഈ തിരുഹൃദയം നമ്മളോട് ചോദിക്കുന്നത് സ്നേഹവും സഹനവും വിശ്വാസവും ശരണവുമാണ്. അപ്പോൾ നമ്മൾ ഈശോനെ സ്നേഹിച്ചാൽ ചോദിക്കുന്ന ഏതൊരു ചെറിയ കാര്യവും ഈശോ തരും എന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് ഈ പൂമ്പാറ്റയിലൂടെയും മാങ്ങ തരുന്നതിലൂടെയും ജീസസ് എന്ന് പറയുന്ന വണ്ടി കാണുന്നതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. തിയോളജിക്കലി വലിയ വലിയ വേദശാസ്ത്രപരമായിട്ടുള്ള പാണ്ഡിത്യമുള്ള കാര്യങ്ങളൊന്നല്ല ഈ പറഞ്ഞത് കേട്ടോ. അനുദിന ജീവിതത്തിൽ സംഭവിച്ചത് ഈശോനെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയാനുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഈശോ നമ്മുടെ കൂടെ നിൽക്കും, കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കിട്ടും. അങ്ങനെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ, ആ ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സഹനം വന്നാലും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ പറയും എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ, ഈശോ ഈശോ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി എന്ന്. ഇന്നലെ ഇവിടെ ഒരാൾ കാണാൻ വന്നു. അപ്പോൾ ആൾ പറഞ്ഞു എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയുള്ള വിശേഷങ്ങളാണ് വന്നത്. ഇപ്പോൾ ക്യാൻസറായിട്ട് എൻ്റെ ആമാശയം മുറിച്ച് മാറ്റി. അപ്പോൾ ആലോചിച്ചിട്ട് ആമാശയം മുറിച്ച് മാറ്റിയ
എന്നിട്ട് എന്താ എങ്ങനെ ഇരുന്ന് സംസാരിക്കണേ? ഞാൻ പിന്നെ പറഞ്ഞു, പിന്നെ അങ്ങനെ ഇരുന്ന് സംസാരിക്കണം, ആമാശയം പോയെങ്കിൽ എൻ്റെ ഈശോ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്ന്. ആൾ വണ്ടറടിച്ചിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ്റെ കാര്യമോ? ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് ഏട്ടൻ്റെ കാര്യം പാൻക്രിയാസിൽ ക്യാൻസറാണ്, മുഴയാണ്, ആമാശയത്തിലും ലിവറിലൊക്കെ ആണ് അത്. ഇപ്പം അടുത്ത ഒരു ഇത് അറിഞ്ഞത് അത് ലങ്സിലേക്കും ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞു, എന്താ ഈ പറയണേ? എന്താ ഇങ്ങനെ നിങ്ങളിരുന്ന് പറയണേ? നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അതോ വല്ല പുളു അടിക്കുകയാണോ ചേച്ചി? ഞാൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പുളു അടിക്കാൻ കണ്ടൊരു വിഷയം ബെസ്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, ഞാനും ഈശോയും ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എൻ്റെ മണവാളിനോട് ഞങ്ങൾ രണ്ടുപേരും ഐ ലവ് യു എന്ന് പറഞ്ഞ് നിൽക്കാൻ എൻ്റെ മണവാൾ ഇവിടെ ഉണ്ട്. മണവാൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? മണവാളിൻ്റെ അടുത്തേക്ക് പോകാനല്ലേ ഞങ്ങൾ കാത്തിരിക്കണേ. അപ്പം അതിനുള്ളൊരു മാർഗ്ഗമല്ലേ ഈ സഹനം. അപ്പം ഞങ്ങൾക്ക് സന്തോഷിക്കല്ലേ വേണ്ടേ? അവനങ്ങനെ കണ്ട് മുകളിലേക്ക് കണ്ണുയർത്തി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അവന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവനുദ്ദേശിച്ചത് മൈൻഡിന് കുഴപ്പമില്ല. ഞാൻ അവന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടടാ ഈശോ. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈ വാക്യകത്താക്കുന്നത് ഈ തുടിക്കുന്ന ഹൃദയ. അതിൻ്റെ അവിടെ ഒരു കുന്തം കൊണ്ട് കുത്തിയിട്ടുള്ളൊരു പഴുതുണ്ട്. അതിൽ നിന്ന് കുത്തിയൊഴിച്ച് വരുന്നത് എൻ്റെ ഈശോയുടെ തിരുരക്തവും തിരുജ്വല. അതുമാത്രം ഞങ്ങൾക്കുള്ള രക്ഷ. രണ്ടുപേർക്കും ആ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും ഉറപ്പിലാണ് ഞാനീ സംസാരിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ സൗഖ്യപ്പെടുത്തുമല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ തിരുരക്തം തിരുജലുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശരണവും സ്നേഹവും വിശ്വാസവും. മരണം ഏത് നിമിഷം വേണമെങ്കിൽ കടന്നു വരാം. എല്ലാവരും മരിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കണേ? നീയും മരിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആലോചിച്ച് അങ്ങനെ പറയില്ല, എനിക്ക് പേടിയാവണു. നീ എന്തിനു വേണ്ടി ജീവിക്കണത്? എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അവസാനം പെട്ടിയിലേക്ക് പോകണ്ടേ? ഞാനും പോകണം, നീയും പോകണം. ഏത് സമയമാണെന്ന് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല. ഇന്നലെ ഞങ്ങളുടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ മരിച്ചു. എന്നെപ്പോഴും കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരനാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അവൻ എൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞോടാ, നീ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, നീ ഒന്ന് ചെക്ക് ചെയ്യാറുന്നില്ലേ? ഒരു കുഴപ്പമില്ല ആലോചിച്ച്, ഞാൻ ഇങ്ങനെ ക്ഷീണിപ്പിക്കുകയാണ് എൻ്റെ ശരീരം. ഞാൻ നീ ക്ഷീണിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ക്ഷീണിപ്പിക്കുന്നത് വേണ്ടി വന്നില്ല, ഒറ്റയടിക്ക് 25 കിലോ കുറഞ്ഞു. അവൻ പറഞ്ഞു, അതേതാ ട്രീറ്റ്മെൻറ്റ്? അത് ക്യാൻസർ വന്ന് ആമാശയം മുറിച്ച് മാറ്റിയത്. അപ്പം ചിരിച്ചു, ഒന്നും മിണ്ടാണ്ടെന്ന് ആലോചിച്ച്. അന്നൊരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ആൾ പെട്ടെന്ന് മരിച്ചു. ഓടിക്കൊണ്ടിരിക്കണ ചോറുണ്ട് കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു. അപ്പം ഞാൻ എന്നെ കാണാൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളോ ലൈഫ്? അതിൻ്റെ ഇടയിൽ, ഈ ഓടി നടക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ ഈ ഹൃദയം സ്നേഹം യാചിച്ച് നിൽക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞോടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ കയറിയത് നന്നായി. നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കാമല്ലേ ഈശോ? ഞങ്ങളാണെന്നേ നമ്മുടെ സ്നേഹം നോക്കിയിട്ട് നമുക്ക് വല്ല നേരം ഉണ്ടാ? ഈശോയെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാം. നീ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കി, നിനക്ക് ഈശോ എന്തൊക്കെ കാര്യങ്ങൾ തരിക? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വായ തുറന്നിരിക്കണ്ട, പലതും തരും. നീ ചോദിച്ചതും തരും, ചോദിക്കാത്തതും തരും, സ്നേഹം കൂടുമ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞു, മനസ്സിലായി, പിടികിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, നീ ചോദിച്ചില്ലെങ്കിലും തരും. അത് ചോദിച്ചില്ലെങ്കിൽ ആ സഹനം തരും. കാരണം ഞാൻ ചോദിച്ചിട്ടല്ല എനിക്കിതൊന്നും കിട്ടിയത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ ഈശോനെ സ്നേഹിക്കുക. ഈശോയുടെ തിരുഹൃദയം സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. യാചിച്ചുകൊണ്ടിരിക്കുക, നീ എന്നെ സ്നേഹിക്കുമോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എന്ന്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ തിരുഹൃദയത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയെ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു എന്ന് പറയാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ ശ്രമിച്ചു നോക്ക്. അപ്പോൾ വലിയ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുക. കൂടെ നിൽക്കുന്ന ഒരു ഈശോ കൂടെ നടന്ന് സംസാരിക്കും. എന്നോട് അങ്ങനെയാണ് സംസാരിക്കണേ. കർത്താവ് കൂടെ നിന്നിട്ട് പറയും, നീ എന്തിനിങ്ങനെ വിഷമിക്കണത്? അപ്പോൾ തലകറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ കോളർ എടുത്തിട്ടപ്പോൾ ആ സംഭവം ശരിയായി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ തല കറങ്ങുന്ന കാര്യം, അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. ആകെ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം അതാണ്. ഈശോയ്ക്ക് മനസ്സിലായി ഈ പിടുത്തം അവൾ വിടില്ല. അപ്പം അതുകൊണ്ട്
ഈശോ പറഞ്ഞു എന്നോട്, നീ ആ കോളർ അങ്ങോട്ട് എടുത്തിട്. ഞാൻ ആ കോളർ എടുത്തിട്ടു. എനിക്ക് ഈശോ സൗഖ്യം തന്നു. അങ്ങനെ ഈശോ സൗഖ്യം തന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണ സൗഖ്യമല്ല കേട്ടോ. ഞാൻ ഈശോയോട് ചോദിച്ചത് അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ ആരുടെ ആശ്രയം കൂടാതെ ചെയ്യാനായിട്ട് അങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവരറിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ മതി എനിക്ക്. അപ്പോൾ ഈശോ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈശോ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം കുത്തിപ്പിടുന്ന പോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ എനിക്ക് സഹനം തരണം. എന്നിട്ട് പറഞ്ഞു, ആ സഹനം എടുത്തിട്ട് വേണ്ടേ എനിക്ക് എൻ്റെ മക്കളെ രക്ഷിക്കാൻ. സഹനം വേണം പാപത്തിന് പരിഹാരമായിട്ട്. ഈശോ അതാ തിരുഹൃദയത്തിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കത്തിജ്വലിക്കുന്ന ഹൃദയം എന്തൊക്കെ പാടുപീടുകൾ സഹിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന ഈശോയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇനി ഇതിനെ സഹിക്കാൻ നിനക്ക് ശക്തിയില്ലേ? നിങ്ങൾ വിചാരിക്കേണ്ട ഈശോനെ സ്നേഹിച്ചതുകൊണ്ട് ഈശോ സഹനം മാത്രമേ തരുള്ളൂ എന്ന്. അല്ല, സ്വർഗീയ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ഇത് ഞാൻ എൻ്റെ ആഗ്രഹം നിന്നോട് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി നീ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുക. നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നീ എന്നിൽ ശരണപ്പെട്ടുകൊണ്ട് എന്നെ ചാരി നിന്നാൽ നിനക്കെല്ലാം സാധിക്കും. അപ്പം നീ എന്താ വേണ്ടത്? എൻ്റെ തിരുഹൃദയത്തോട് ചാരി നിൽക്ക്. നീ എൻ്റെ തിരുഹൃദയത്തോട് ചാരി നിന്നാൽ നിനക്ക് ഞാൻ ചെയ്യുന്നത് മുഴുവൻ ചെയ്യാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, തിരുഹൃദയത്തിൻ്റെ വണക്കമാസത്തിൻ്റെ അവസാന ദിവസം നമുക്ക് ഒരു തീരുമാനം എടുക്കാം. എപ്പോഴും ഈശോയെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഈശോയെ ചാരി നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചോ. ഈശോയെ ചാരി നിന്നാൽ ഈശോയുടെ തിരുഹൃദയം നമുക്ക് എല്ലാം ചെയ്യാനുള്ള ധൈര്യം കിട്ടും. എല്ലാം സഹിക്കാനുള്ള ധൈര്യം നമുക്ക് തരും. നമ്മൾ ഈശോയുടെ ഹിതം മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ആ ഒരവസ്ഥ വന്നാൽ ഈശോ പൂമ്പാറ്റയെ വാ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ വരും. ഇനി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ വാ എന്ന് പറഞ്ഞാൽ അവരും വരും. മാങ്ങ തരാൻ പറഞ്ഞാൽ തരും. ഈശോ തരും. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നിങ്ങളും ശ്രമിച്ച് നോക്ക്. ഇങ്ങനെ കുറച്ച് ദിവസം ഈ ഒരു എക്സസൈസ് പോലെ ചെയ്യ്. ഐ ലവ് യു, ഐ ലവ് യു പാട്ടായിട്ട് പാട്. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഫോർ എവർ. അത് പാടി പാടി നോക്കിക്കോ. ഈശോ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് ബൈബിളിൽ കാണുന്നതല്ല, സഭാ പഠനങ്ങളിൽ കാണുന്ന വലിയ വലിയ കാര്യങ്ങളോ അത്ഭുതങ്ങളോ അല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമുക്ക് വലിയ വിശുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് വിശുദ്ധി കിട്ടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈശോയുടെ ഈ തിരുഹൃദയത്തോട് ചാരി നിൽക്കാം. ഗബ്രിയേലി ബോസിസിനോട് കർത്താവ് അങ്ങനെ പറഞ്ഞു, നീ ഒന്നുമല്ല, നീ എപ്പോഴും പാപം ചെയ്യും, എന്നിട്ട് അയ്യോ തെറ്റി 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 എന്ന് പറയും. നീ എന്നോട് ചാരി നിൽക്ക്, അപ്പം നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഈ തിരുഹൃദയ വണക്ക മാസം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഈശോ എനിക്ക് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈശോ എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ച ദിവസമാണ്. അപ്പോൾ തിരുഹൃദയവും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. ഐ ലവ് യു ജീസസ് എന്ന് നമുക്ക് ഒന്നിച്ച് പറയാം കേട്ടോ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ തിരുഹൃദയത്തിൻ്റെ അവസാന ദിവസത്തിൽ നമുക്ക് നമ്മുടെ പൊന്നീശോയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാം. പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിനോട് നമുക്ക് ഈ പാട്ട് പാടാം. പറ്റിയെങ്കിൽ ഇത് പഠിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പാടി നോക്കാം. ഈശോ വരും നമ്മുടെ കൊച്ചാഗ്രഹങ്ങൾ സാധിച്ചു തരാൻ. Jesus, what a wonder you are. Jesus, what a wonder you are. You are so gentle, so pure and so kind, Jesus. You shine like the morning star. Jesus, I love you. Jesus, oh Jesus, what a wonder you are. Oh, loving Jesus, what a Savior you are.
Jesus, what a wonder you are. Jesus, what a savior you are. Oh Jesus, what a healer you are. Oh Jesus, what a wonder you are. I love you, Jesus. I love you, Jesus. I love you, Jesus, forever. Hallelujah, 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 oh loving Jesus. Hallelujah, 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 loving Jesus. Oh Jesus, what a lovely you are. Oh, my Jesus, what a wonder you are. You are so gentle, so pure, and so kind. You, loving Jesus, shine like the morning star. Oh, Jesus, what a wonder you are.